ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണേ. വെളിച്ചെണ്ണ ഒഴിച്ചു, അതിൽ കറുവാപ്പട്ട ഇട്ടു. നമ്മൾ ചിക്കൻ ഇതെത്ര ഉണ്ടമ്മേ? 2.5 കിലോ ചിക്കൻ. ആവശ്യമായ തേങ്ങാക്കൊത്ത്, ഉള്ളി, ചെറിയ ഉള്ളി, സവാള എന്തിട്ട് തക്കോലവും ഗ്രാമ്പും ഇടും. അത് ഏലക്ക. ഫസ്റ്റ് നമ്മൾ തേങ്ങാക്കൊത്തിടുവേ. നമ്മൾ ആ മസാലക്കൂട്ടിട്ടതിന് ശേഷം നമ്മളിതാണ് ഇടുന്നത്, തേങ്ങാക്കൊത്ത്. അതിൻ്റെ ഇച്ചിരി ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം, എങ്കിലേ ആ തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ വരത്തുള്ളൂ, ഉപ്പൊക്കെ അത് പിടിക്കത്തുള്ളൂ. മഞ്ഞൾപ്പൊടി ഇട്ടു. നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ചുവന്നു. അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഇത് കറിവേപ്പിലയോട് ഇട്ടിട്ടുണ്ട്. കണ്ട, ഇതേപോലെ നല്ലപോലെ മൂക്കണം. അടുത്തത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചതാണ്. അത് അതിലോട്ട് നമുക്കിടാം. അതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് ഇളക്കാം. നമ്മൾ അതിലോട്ട് ഉള്ളി ഇടുക. ചെറിയുള്ളി, സവാള, ചെറിയുള്ളിയാണ്, ചെറിയുള്ളി, സവാള. ഇപ്പോൾ ഉള്ളിയൊക്കെ വഴന്നിട്ടുണ്ട്. അടുത്തത് അമ്മ മഞ്ഞൾപ്പൊടി ഇടുകയാണ്. മുമ്പേ തേങ്ങയ്ക്ക് നമ്മൾ കുറച്ച് ഇട്ടായിരുന്നല്ലോ. ഇതിനെയും ഉള്ളിക്ക് എല്ലാത്തിനും കൂടെ. പിന്നെ മുളക് പൊടിയോ കാശ്മീരിയോ? കാശ്മീരി മുളക് പൊടി. ഇത് എത്ര സ്പൂണുണ്ട്? ഇത് 3 സ്പൂൺ. വലിയ 3 സ്പൂണ്. ഇത് 4-5 സ്പൂൺ. 5 സ്പൂണ് മല്ലി. എല്ലാവർക്കും ഒത്തിരി എരി വേണ്ട, അതുകൊണ്ട് മല്ലി. മുളക് വേണം ഇച്ചിരി, 1 സ്പൂണും ഇടാം. എല്ലാത്തിനും ഇത്രയില്ലേ? മതിയോ? മതി. തേങ്ങ കൂടെ മതി പോരെ? മതി മതി. പച്ചമുളക് അരച്ചല്ലേ? പച്ചമുളക് അരച്ചുകൊണ്ടാണ് നമ്മൾ അത്ര മുളക് ചേർക്കുന്നത്. ഇതൊന്ന് മൂക്കുന്നുണ്ടെ ഇറച്ചി അങ്ങോട്ട്. ഇതെല്ലാം കൂടെ നമ്മളൊന്ന് വഴറ്റി. ഇങ്ങനെ ഇറച്ചി വെക്കുന്ന ഇവിടെ ഞങ്ങൾ വെക്കുന്ന പോലെ ഒന്ന് വെച്ച് നോക്കണേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. മുളകിൻ്റെ പച്ചമുളകൊക്കെ ചുവന്ന് നല്ല പച്ചമണമൊക്കെ മാറിയപ്പോൾ നമ്മൾ ഇറച്ചി അങ്ങോട്ട് ഇടും. കുറച്ച് ഇട്ടങ്ങോട്ട് ഇളക്കുക. കുറച്ച് ഇട്ട് നമ്മൾ ഇളക്കുകയാണ്. അപ്പോൾ അത് ആ വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങിക്കോളും. നമ്മൾ എല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാ ചിക്കനും എടുത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ ഇത് അടച്ചു വെക്കും. വെള്ളമൊക്കെ ഇച്ചിരി ഇറങ്ങും. കണ്ടോ, അതിൻ്റെ ആ വെള്ളത്തിൻ്റെ നനവൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് അടച്ചു വെക്കും. കണ്ടോ, വെള്ളം ഒഴിക്കാതെ നമ്മൾ അടച്ചു വെച്ചു. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം ഇതെങ്ങനെയുണ്ട്. കണ്ടോ, ഇത് നല്ലപോലെ വെള്ളമൊക്കെ ഇങ്ങനെ ആയി വരുന്നു. കണ്ടോ, വെള്ളത്തിൻ്റെ ചെറിയൊരു നനവുണ്ട്. നമ്മളിനിയും തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കല്, ഇതിലോട്ട് ഒഴിക്കുക. നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക.
തവിയലൊക്കെ ഇരിപ്പുണ്ട്. അത് പിന്നെ പറഞ്ഞിരിക്കുന്നു. ഇത് ഇങ്ങനെയായിട്ട് നമ്മളിനി എന്തോ അടച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു ജാതിക്ക ഞങ്ങൾ പൊട്ടിച്ചിടും. നല്ല രുചിയായ ഗ്യാസ് ഇല്ല. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു ജാതിക്കയോട് പൊട്ടിച്ചിടും. അതപ്പം ഗ്യാസിനും എളുപ്പം വേകാനും ഒക്കെ നല്ലതാണ്. ജാതിക്കയുടെ രുചിയോട് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ തിളച്ച് കഴിയുമ്പോൾ ഉപ്പ് ഒഴിച്ചിട്ട് മസാല നല്ല തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ഇടും, മസാലപ്പൊടി കൂടെ ഇടും. അത്രയേ ഉള്ളൂ. പിന്നെ അവിടെ ഇരുന്ന് ചെറുക ഇരുന്ന് വേണം. അത്രയും ഉള്ള കൂട്ടുകാരെ. അപ്പം അങ്ങനെ ജാതിക്ക നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി റെഡിയാവുന്നു. നല്ലപോലെ തിളച്ചു. ഇനി ഈ ജാതിക്ക പൊടിച്ചതും കൂടെ അതിലോട്ടിടും. അടുത്തത് മസാലപ്പൊടിയാണ്. നമ്മൾ ജാതിക്ക പൊടിച്ചിട്ടു. ഇനി മസാലപ്പൊടി മതിയോ? ഇത് വേണ്ടല്ലേ? അത്ര മതി. ഒരു 3/4 സ്പൂണോളം ഇട്ടു. ഇനിയും ഇത് നല്ലപോലെ അടച്ച് വെക്കും. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ഒന്നുകൂടെ ഉണ്ട്, ഉപ്പൊഴിക്കണം. അടുത്തത് ഉപ്പാണ്. ഉപ്പൊഴിക്കുക. എത്ര വേണോ? ഇത് വേണോ? പിന്നെ നോക്കിയിട്ട് ഒഴിക്കുക. ഇനി അടച്ച് വെക്കുക അല്ലേ? അടുത്തത് നമ്മൾ ഇളക്കിയിട്ട് അടച്ച് വെക്കും. ഇച്ചിരി കായം കൊടുക്കും. പറഞ്ഞുതരാം. അടുത്തത് കായമാണ്. കായം കൊടുക്കും. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല പറ്റി നല്ല സൂപ്പർ ചിക്കൻ കറി.